സ്ഥാനാർത്ഥി ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട്. എടത്തന 18-ാം വാർഡ് അമ്മയും മകളുമടക്കം 8 സ്ഥാനാർത്ഥികളാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്നത്. മുൻ ബ്ലോക്ക് മെമ്പർമാരായ CPM-ലെ NM ആന്റണിയും ദിനേശ് ബാബുവും വാർഡ് മെമ്പറായ കോൺഗ്രസിലെ VK ശശികുമാറും വീണ്ടും മത്സരരംഗത്തുണ്ട്. തട്ടകം മാറ്റമുണ്ടെന്ന് മാത്രം. തവിഞ്ഞാൽ പഞ്ചായത്തിലെ ഏക BJP മെമ്പർ 18-ാം വാർഡിൽ നിന്നുള്ള ബിന്ദു വിജയകുമാർ ആയിരുന്നു. സംവരണ സീറ്റായതോടെ 18-ാം വാർഡിൽ തന്നെ മത്സരിക്കുന്നത് BJP അംഗമായ എടത്തനയിലെ ലീലയാണ്. മകൾ മനീഷ തൊട്ടടുത്ത വാർഡായ 13-ലെ BJP സ്ഥാനാർത്ഥിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി സിന്ധുവും 17-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി ചന്ദ്രനും 18-ാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പുഷ്പയുമെല്ലാം 18-ാം വാർഡിലെ അംഗങ്ങളാണ്. 13, 17, 18 വാർഡുകൾ അതിരിടുന്നത് വാളാട് ടൗൺ ആയതിനാൽ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം എളുപ്പമാണ്. വയനാട് വിഷൻ, വാളാട്. പോയ 5 വർഷം കേരളത്തിന് ഇരുണ്ട അധ്യായമായിരുന്നുവെന്ന് IC ബാലകൃഷ്ണൻ MLA. ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഒരു ആസൂത്രണ പ്രക്രിയ വയനാട്ടിൽ ഉണ്ടായിട്ടില്ലെന്ന് വോട്ടർമാർ വിലയിരുത്തി കഴിഞ്ഞു. പ്രാദേശിക വികസനത്തിനാണ് UDF മുൻതൂക്കം നൽകുന്നതെന്നും IC ബാലകൃഷ്ണൻ. പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച ഓരോ അഴിമതി ആരോപണത്തിന്റെയും കുന്തമുന മുഖ്യമന്ത്രി പിണറായിയുടെ നേർക്കാണ് ചെല്ലുന്നതെന്നും MLA പറഞ്ഞു. വയനാട് വിഷന്റെ നാട്ടുപോരാട്ടം പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കഴിഞ്ഞ 5 വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വയനാട്ടിൽ എല്ലായിടത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുട്ട അധ്യായമായിരുന്നു. ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഒരു ആസൂത്രണ പ്രക്രിയ പദ്ധതി വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള മുഴുവനും വോട്ടർമാരെ വിലയിരുത്തി കഴിഞ്ഞു. ഓരോ അഴിമതിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഐക്യജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിക്കുമ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് മൂപ്പറിലേക്കാണ്.